നിങ്ങളൊരു കൊമേഴ്സ് വിദ്യാർത്ഥിയാണോ? നിങ്ങളുടെ എല്ലാ പഠന ആവശ്യങ്ങളും ഇതാ ഒരൊറ്റ ആപ്പിൽ. ബാലൻസ് ഷീറ്റ്, വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ, സ്റ്റഡി മെറ്റീരിയൽസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, +2 കൊമേഴ്സ്, BBA, BCom, MBA, MCom, CA, CMA, CS എന്നിങ്ങനെ എല്ലാ കൊമേഴ്സ് കോഴ്സുകളുടെയും എക്സ്ക്ലൂസീവ് ക്ലാസുകൾ. നിങ്ങളുടെ കോച്ചിംഗ് ബാലൻസ് ഷീറ്റിനൊപ്പം. വിജയം നിങ്ങളുടെ കൈപ്പിടിയിൽ. ബാലൻസ് ഷീറ്റ് ആപ്പ് available on Play Store and App Store. For more details, contact 9400781883. നമ്മൾ പ്രൊഡക്ഷൻ ആൻഡ് ഓപ്പറേഷൻ മാനേജ്മെൻറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഈ പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കുറേ ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് അതിൻ്റെ ആദ്യം ബേസ് തൊട്ടൊന്ന് പഠിക്കാം. സാധാരണ പരീക്ഷയ്ക്ക് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൻ്റെ സ്കോപ്പും മീനിങ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് എക്സ്പ്ലെയിൻ ഡെഫിനിഷൻ ഓഫ് ഓപ്പറേഷൻ മാനേജ്മെൻറ്റ്. എന്താണ് ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ നോക്കാം എന്താണ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്. നോക്കിയോ, അക്കോർഡിംഗ് ടു എസ് ബുഫ, production and operation management deals with decision making related to production process so that the resulting goods and services are produced according to specification in the amount and by the scheduled demand at the minimum cost. അതായത് മിനിമം കോസ്റ്റില് കൺസ്യൂമറിൻ്റെ ഡിമാൻഡ് അനുസരിച്ച് കൺസ്യൂമറിൻ്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് ഗുഡ്സ് എന്ത് ചെയ്യുക, ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓപ്പറേഷൻസ് മാനേജ്മെന്റ് അഥവാ പ്രൊഡക്ഷൻ മാനേജ്മെന്റ് എന്ന് നമ്മൾ പറയുന്നത്. നമുക്കറിയാമല്ലേ എന്താണ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നിർമ്മാണം. അത് തന്നെയാണ് ഓപ്പറേഷനും. ഓക്കെ, അത് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കൺസ്യൂമറിൻ്റെ ഒരു പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കവിടെ കൺസ്യൂമറിൻ്റെ നീഡാണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ കൺസ്യൂമറിൻ്റെ നീഡ് അനുസരിച്ച്, അതായത് കൺസ്യൂമറിൻ്റെ ഡിമാൻഡ് അനുസരിച്ച് കൺസ്യൂമർ പറയുന്ന സ്പെസിഫിക്കേഷനിൽ മിനിമം കോസ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഗുഡ്സും സർവീസും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റണം. ഇതിനെ നമുക്ക് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്ന് പറയാം. വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കുക. ഇനി അടുത്ത് പറയുന്നത് എക്സ്പ്ലെയിൻ സ്കോപ്പ് ഓഫ് ഓപ്പറേഷൻ മാനേജ്മെന്റ്. ഓപ്പറേഷൻ മാനേജ്മെന്റ് സ്കോപ്പ് എന്തൊക്കെയെന്നാണ് ചോദിക്കുന്നത്. ഒന്ന്, ലൊക്കേഷൻ ഫെസിലിറ്റീസ്. നോക്കിയേ, ഓപ്പറേഷൻ മാനേജ്മെന്റ് ഇപ്പൊ ഏത് ലൊക്കേഷൻ ഫെസിലിറ്റി ആയിരുന്നാലും ഓപ്പറേഷൻ മാനേജ്മെന്റ് കൃത്യമായിട്ട് അഡോപ്റ്റ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേസ്റ്റേജ് കുറച്ച് മിനിമം കോസ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ആണ് എന്ത് ചെയ്യുന്നത്, പ്ലാന്റ് ലേ ഔട്ട് ചെയ്യുന്നതും മെറ്റീരിയൽ ഹാൻഡിൽ ചെയ്യുന്നതെല്ലാം ഓപ്പറേഷൻ മാനേജ്മെന്റിന്റെ ഭാഗമാണ്. പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നത്, അതാണ് നമ്മളവിടെ പറയുന്നത്. സ്പെസിഫിക്കേഷൻ എന്നുള്ളൊരു വാക്ക് നമ്മൾ നേരത്തെ ഉപയോഗിച്ചു. സ്പെസിഫിക്കേഷൻ എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചു. എന്താ സ്പെസിഫിക്കേഷൻ? കൺസ്യൂമറിന്റെ നീഡ് അനുസരിച്ച് നമ്മൾ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നു. അതാരാണ് ഡിസൈൻ ചെയ്യുന്നത്? ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ആണ് ഡിസൈൻ ചെയ്യുന്നത്. പിന്നെ അടുത്ത് എന്താ പറയുക, പ്രോസസ് ഡിസൈൻ. ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആകുന്നത്, ഒരു പ്രോഡക്റ്റ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആവുന്നത് എപ്പോഴാണ്? ഇൻപുട്ട് പല പ്രോസസ്സിലൂടെ കടന്ന് ഔട്ട്പുട്ട് ആവുമ്പോഴാണ്. അത് ഏതൊക്കെ പ്രോസസ്സിലൂടെ വേണം എന്ന് തീരുമാനിക്കുന്നത് പ്രൊഡക്ഷൻ മാനേജ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ആണ്. ഏറ്റവും ചെലവ് കുറഞ്ഞ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രോസസ്സാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അവിടെ തിരഞ്ഞെടുക്കേണ്ടത്. പിന്നെ പ്രൊഡക്ഷൻ ആൻഡ് പ്ലാനിങ് കൺട്രോൾ, അത് ഓപ്പറേഷൻ മാനേജ്മെന്റ് സ്കോപ്പാണ്. പിന്നെ ക്വാളിറ്റി കൺട്രോൾ ചെയ്യുന്നതും ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ആണ്. പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ മാനേജ് ചെയ്യുന്നത് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ആണ്. നിലവിലുള്ള മിഷ്യൻസിനെയും ബാക്കിയുള്ള പ്ലാന്റ്സിനെയും എല്ലാം മെയിൻ്റനൻസ് ചെയ്തുകൊണ്ട് പോകുന്നതും ഓപ്പറേഷൻ മാനേജ്മെന്റ് ആണ്. അപ്പോൾ ഇത്രയാണ് എന്ത് ചെയ്യുന്നത്, ഓപ്പറേഷൻ മാനേജ്മെന്റ് സ്കോപ്പ്. ഇതിൽ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് ചുമ്മാ എഴുതി വെക്കാനായിട്ട് പറ്റും. ഒന്ന് മെറ്റീരിയൽ മാനേജ്മെന്റ്, ഒരു ചാപ്റ്ററിന്റെ പേരാണ്, അത് സ്കോപ്പാണ്. മെയിൻ്റനൻസ് മാനേജ്മെന്റ് മറ്റൊരു ചാപ്റ്ററിന്റെ പേരാണ്, അത് സ്കോപ്പാണ്. ക്വാളിറ്റി കൺട്രോൾ മറ്റൊരു ചാപ്റ്ററിന്റെ പേരാണ്, അത് സ്കോപ്പാണ്. ഓപ്പറേഷൻ മാനേജ്മെന്റിന്റെ മെയിൻ കാര്യം എന്താണ്, പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യുക, അതൊരു സ്കോപ്പാണ്. പ്രോഡക്റ്റിൽ തന്നെ രണ്ട് കാര്യങ്ങളുണ്ട്, പ്രോഡക്റ്റ് ഡിസൈനും പ്രോസസ് ഡിസൈനിങ്ങും. അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് എഴുതാനായിട്ട് നമുക്ക് പറ്റണം. ഇനി അടുത്ത് നോക്കിയേ, എക്സ്പ്ലെയിൻ ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി കൺട്രോൾ. ക്വാളിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു സാധനം പ്രൊഡക്ഷൻ നടത്തിയാലും അതിൻ്റെ ഇൻപുട്ട് മുതൽ ഔട്ട്പുട്ട് വരെ
ഏതൊക്കെ മേഖലയിൽ കൂടി കടന്നു പോകുന്നോ അതിനെല്ലാം മാക്സിമം ക്വാളിറ്റി ഉറപ്പുവരുത്തണം. എങ്കിൽ മാത്രമേ നമുക്ക് കൺസ്യൂമറിൻ്റെ നീഡ് സാറ്റിസ്ഫൈ ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഒരു പ്രോഡക്റ്റിൻ്റെ പാക്കേജിങ് മുതൽ, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് മുതൽ, അതിൻ്റെ ലേബലിംഗ് മുതൽ, അതിന് നമ്മൾ ഇടുന്ന പേരുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നമുക്ക് എന്തുണ്ടായിരിക്കണം? ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പം നോക്കിക്കേ, ഇതിൻ്റെ ക്വാളിറ്റി കൺട്രോളിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്? ഒന്ന്, ടു പ്രൊഡ്യൂസ് ക്വാളിറ്റേറ്റീവ് ഐറ്റംസ്. ക്വാളിറ്റി കൺട്രോൾ ഉറപ്പ് വരുത്തിയാൽ നമ്മുടെ ഓർഗനൈസേഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതെല്ലാം എങ്ങനെയുള്ളതായിരിക്കും? ക്വാളിറ്റേറ്റീവ് ആയിരിക്കും. പിന്നെ നോക്കി റെഡ്യൂസ് കമ്പനി കോസ്റ്റ്. അല്ലേ, നമ്മൾ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ക്വാളിറ്റി മെത്തേഡിൽ പ്രൊഡക്ഷൻ നടത്തിയാൽ എന്ത് ചെയ്യും? ലോസും കുറയും, കമ്പനിയുടെ കോസ്റ്റും കുറയും. പിന്നെ അടുത്ത് എന്താണ്? നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? പ്രൈസ് കുറയ്ക്കാനായിട്ട് പറ്റും. അതായത് ചുരുങ്ങിയ പ്രൊഡക്ഷൻ ടെക്നിക്ക് ഉപയോഗിച്ച് നമ്മൾ നല്ലൊരു ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൈസ് കുറയ്ക്കാനായിട്ട് പറ്റും. നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് നല്ല പ്രോഡക്റ്റ് ആണെങ്കിൽ കൺസ്യൂമറിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അതാണ് അവിടെ പറയുന്നത്, സാറ്റിസ്ഫാക്ഷൻ ഓഫ് കൺസ്യൂമർ. അത് അടയാളപ്പെടുത്തുക, കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ്, അല്ലെങ്കിൽ നിങ്ങൾ ക്വാളിറ്റി ഉണ്ടെന്ന് കരുതി ഒരു പ്രോഡക്റ്റ് വാങ്ങുകയാണ്. ആ പ്രോഡക്റ്റിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിച്ച അത്ര ക്വാളിറ്റി നിങ്ങൾക്ക് കിട്ടിയില്ല. അങ്ങനെയാണെങ്കിൽ ആ പ്രോഡക്റ്റ് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ് ഉണ്ടോ? ഇല്ല. പിന്നെ അടുത്ത് എന്താ പറയുന്നത്? കൺസ്യൂമറിന്റെ ഗുഡ് വില്ല് കൂട്ടാൻ, അല്ലേ? ടു ബിൽഡ് കൺസ്യൂമർ ഗുഡ് വില്ല്. നമ്മുടെ പ്രോഡക്റ്റ് ക്വാളിറ്റി ഉണ്ടെങ്കിൽ അവരെന്ത് പറയും? അല്ലേ? അപ്പോൾ നമ്മുടെ ഹോട്ടലിൽ കയറി അവർ ഫുഡ് കഴിക്കുകയാണ്, നല്ല ക്വാളിറ്റിയുള്ള ഫുഡാണ്. സ്വാഭാവികമായി അവരെന്ത് വരും? അവർ പല സ്ഥലങ്ങളിൽ റിവ്യൂ ഇടും, ഇത് നല്ല ഫുഡാണ്, ക്വാളിറ്റിയുള്ള ഫുഡാണെന്നൊക്കെ പറയും. പിന്നെ അടുത്ത് എന്താ പറയണേ? കൺസ്യൂമറിന്റെ ഗുഡ് വില്ല് കൂട്ടുന്നു, കോൺഫിഡൻസ് കൂട്ടുന്നു, നമുക്കൊരു റെപ്യൂട്ടേഷൻ ഉണ്ടാവുന്നു. പിന്നെ അടുത്ത് എന്താ പറയുന്നത്? ടു മേക്ക് ഇൻസ്പെക്ഷൻ പ്രോംപ്റ്റ് ടു എൻഷ്യൂർ ക്വാളിറ്റി കൺട്രോൾ. ക്വാളിറ്റി കൺട്രോളിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഇൻസ്പെക്ഷനൊക്കെ നടത്തുക. ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഇൻസ്പെക്ഷനൊക്കെ നടത്തുമ്പം എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ അടുത്ത ടു ചെക്ക് ദ വേരിയേഷൻ ഡ്യൂറിങ് ദ മാനുഫാക്ചറിങ്ങിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ നമ്മൾ എന്ത് സഹായിക്കുന്നു? ഈ പറയുന്ന ക്വാളിറ്റി കൺട്രോള് സഹായിക്കുന്നു. നമുക്ക് ഉണ്ടാക്കി എഴുതാവുന്നതേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ മെറ്റീരിയൽ മാനേജ്മെന്റ് ആൻഡ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്. എന്താണ് മെറ്റീരിയൽ മാനേജ്മെന്റ്? മെറ്റീരിയൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, എന്ത് ചെയ്യുക? മെറ്റീരിയലിനെ മാനേജ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പം മെറ്റീരിയൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ മാനേജ്മെന്റിന്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ്. മെറ്റീരിയൽ മാനേജ്മെന്റ് ഈസ് ദാറ്റ് ആസ്പെക്ട് ഓഫ് ഓപ്പറേഷൻ മാനേജ്മെന്റ് ഫംഗ്ഷൻ. ഇവിടെ എന്താ ചെയ്യുന്നത്? മെറ്റീരിയലിനെ അക്വിസിഷൻ ചെയ്യുന്നു, പല സ്ഥലങ്ങളിൽ നിന്ന് നേടിയെടുക്കുന്നു, മെറ്റീരിയലിനെ കൺട്രോൾ ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നു. എന്തിനെ? മെറ്റീരിയലിനെ. മനസ്സിലായില്ലേ? എന്നിട്ട് അത് എന്ത് ചെയ്യുന്നു? പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഉപയോഗിക്കുന്നു. ഇത്രയേ ഉള്ളൂ. അപ്പം മെറ്റീരിയൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച ഒന്നാമത്തെ സെന്റൻസ്, ഇത് ഓപ്പറേഷൻ മാനേജ്മെന്റിന്റെ ഒരു ആസ്പെക്റ്റ് ആണ്. പിന്നെ അടുത്ത് എന്താ പറയുന്നത്? മെറ്റീരിയലിനെ എന്ത് ചെയ്യുന്നു? പല സ്ഥലങ്ങളിൽ നിന്ന് അക്യൂർ ചെയ്യാൻ സഹായിക്കുന്നു, കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഗുഡ്സ് ആൻഡ് സർവീസസ് ഉണ്ടാക്കാൻ നമ്മൾ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നു. മനസ്സിലായില്ലേ? അപ്പൊ ഇതിനെയാണ് മെറ്റീരിയൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. മെറ്റീരിയൽ മാനേജ്മെന്റ് ഒരു കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. നോക്കിയേ, നമുക്ക് മെറ്റീരിയൽ മാനേജ്മെന്റ് നമ്മൾ നല്ലൊരു സ്ഥലത്ത് നിന്ന് അക്യൂർ ചെയ്താൽ, നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ പ്രൈസ് കുറച്ച് നമുക്ക് അക്യൂർ ചെയ്യാൻ പറ്റിയാൽ കോസ്റ്റ് കുറയും. പിന്നെ അടുത്ത് എന്താ പറയണേ? ടു പർച്ചേസ് റവന്യൂ ആൻഡ് ട്രാൻസ്പോർട്ട് ആൻഡ് സ്റ്റോർ മെറ്റീരിയൽ എഫിഷ്യൻ്റ്ലി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെറ്റീരിയൽ മാനേജ്മെന്റിന്റെ മറ്റൊരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പർച്ചേസ് ചെയ്യുക, അല്ലേ? മെറ്റീരിയൽ എന്ത് ചെയ്യുക? അല്ലെങ്കിൽ നല്ല ഗുഡ്സ് ഒക്കെ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് എന്ത് ചെയ്യുക? പർച്ചേസ് ചെയ്യുക. മെറ്റീരിയൽ മാനേജ്മെന്റ് മറ്റൊരു ഒബ്ജക്റ്റീവ് എന്താ? റെഡ്യൂസ് കോസ്റ്റ് കുറയ്ക്കുക, പ്രൊഡക്ഷനിൽ സിംപ്ലിഫിക്കേഷൻ കൊണ്ടുവരിക, മാക്സിമം സ്റ്റാൻഡർഡൈസേഷൻ ഉറപ്പുവരുത്തുക. ഇതെല്ലാം എന്താണ്? മെറ്റീരിയൽ മാനേജ്മെന്റ് ഒബ്ജക്റ്റീവ്സ് ആണ്. പിന്നെ അടുത്ത് എന്താ പറയുന്നത്? പുതിയ സപ്ലയേഴ്സിനെ കണ്ടെത്തണം. മനസ്സിലായില്ലേ? അവരുമായിട്ട് നല്ല റിലേഷൻ കീപ്പ് ചെയ്യണം, അല്ലേ? നമുക്ക് പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ മെറ്റീരിയൽ ആവശ്യമാണ്. അപ്പം നമുക്ക് മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്ത് തരുന്ന സപ്ലയേഴ്സിനെ നമ്മൾ കണ്ടെത്തണം. അവരുമായിട്ട് നല്ലൊരു റിലേഷൻ നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? പറ്റണം. പിന്നെ അടുത്ത് എന്താ പറയുന്നത്? ടു റെഡ്യൂസ് ഇൻവെസ്റ്റ്മെന്റ് മെയ്ഡ് ഇൻ ദ ഇൻവെന്ററീസ് ആൻഡ് ടു ഡെവലപ്പ് ഹൈ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ. എന്ത് ചെയ്യുക? ആ ഇൻവെസ്റ്റ്മെന്റ്, അതായത് ഇൻവെന്ററി മെറ്റീരിയലിന്റെ മേലുള്ള ഇൻവെസ്റ്റ്മെന്റ് കുറയ്ക്കുക. നമ്മൾ വെറുതെ മെറ്റീരിയൽ അക്യൂർ ചെയ്യാൻ കരുതി ചുമ്മാ കുറെ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നല്ലൊരു മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ ഓർഗനൈസേഷനിൽ ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ഒരു പ്രൊഡക്ഷന് നിൽക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പല സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരാനായിട്ട്
പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് വായിക്കണം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ മെയിൻ്റനൻസ് മാനേജ്മെൻറ്റ് ആൻഡ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്. നോക്കിക്കേ, മെയിൻ്റനൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. നമ്മുടെ വീട്ടിൽ തന്നെ എന്തെങ്കിലും മെഷീനോ വണ്ടിയോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യും? മെയിൻ്റനൻസ് ചെയ്യും. അതുപോലെ തന്നെ ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൽ വരുന്ന മറ്റൊരു പ്രോസസ്സാണ് മെയിൻ്റനൻസ് മാനേജ്മെൻറ്റ്. എന്താണെന്ന് നമുക്ക് നോക്കാം. മെയിൻ്റനൻസ് മാനേജ്മെൻറ്റ്, മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ അത് എക്യുപ്മെൻറ്റ് മെഷീനും ഒക്കെ ആയിട്ട് ബന്ധമുള്ളതായിരിക്കും. ആ മെഷീനിൽ എണ്ണ ഇട്ട് കൊടുക്കുക, മെഷീനെ കൃത്യമായിട്ട് റിപ്പയർ ചെയ്യുക, ഇതൊക്കെ മെയിൻ്റനൻസിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇൻ മോഡേൺ ഇൻഡസ്ട്രി എക്യുപ്മെൻറ്റ്, കണ്ടോ ഞാൻ പറഞ്ഞില്ലേ, മെഷീൻസ് എക്യുപ്മെൻ്റ് ആണ്. എക്യുപ്മെൻറ്റ്സ് ആൻഡ് മെഷീനറി ആർ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദി ടോട്ടൽ പ്രൊഡക്റ്റീവ് എഫേർട്ട്. കണ്ടോ, പ്രൊഡക്ഷനിൽ ഈ പറയുന്ന മെഷീൻ, ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് മെഷീൻ ആവശ്യമാണ്, എക്യുപ്മെൻ്റ് ആവശ്യമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ക്ലിയർ ആയിട്ട് സൂക്ഷിക്കുകയും വേണം. അതാണ് അവിടെ പറയുന്നത്, ആ പ്ലാന്റ് ആൻഡ് മെഷീനറി ഷുഡ് ബി പ്രോപ്പർലി മെയിൻറ്റൈൻഡ്. നമ്മൾ എന്ത് ചെയ്യണം? ആ പ്ലാന്റ് മെഷീനറി നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ മെയിൻറ്റെയിൻ ചെയ്യുന്ന മാനേജ്മെൻറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്? മെയിൻ്റനൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ഒരു പ്രൊഡക്ഷൻ എന്തൊക്കെ ആവശ്യമാണ്? ഒരു പ്രൊഡക്ഷന് എക്യുപ്മെൻ്റ് ആവശ്യമാണ്, പല പല മെഷീനറി ആവശ്യമാണ്. അപ്പോൾ ഈ മെഷീനറിയും എക്യുപ്മെൻറ്റും നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് സൂക്ഷിക്കണം. എണ്ണയിട്ട് സൂക്ഷിക്കേണ്ടത് എണ്ണയിട്ട് തന്നെ സൂക്ഷിക്കണം. സ്പെയർ പാർട്സ് ഒക്കെ മാറ്റേണ്ടത് സ്പെയർ പാർട്സ് മാറ്റി തന്നെ നമ്മൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ മാറ്റിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നല്ല രീതിയിൽ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത് നോക്കുന്ന മാനേജ്മെൻറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്? മെയിൻ്റനൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. മെയിൻ്റനൻസ് മാനേജ്മെൻറ്റിൻ്റെ മെയിൻ ലക്ഷ്യങ്ങൾ എന്തായിരിക്കും? ഒന്ന്, മെഷീനറി ഒന്നും ബ്രേക്ക് ഡൗൺ ആവാതെ നോക്കുക. ഒരു മെഷീനറി ബ്രേക്ക് ഡൗൺ ആയാൽ അന്നത്തെ പ്രൊഡക്ഷൻ നിൽക്കും. എംപ്ലോയീസിന് ചുമ്മാ സാലറി കൊടുക്കേണ്ടി വരും. നമുക്ക് നല്ല വേസ്റ്റേജ് ഉണ്ടാവും. സോ അതെന്ത് ചെയ്യുക? കുറയ്ക്കുക. പിന്നെ അടുത്ത് എന്താ പറയുന്നത്? ടു കീപ്പ് ദ മിഷൻസ് ആൻഡ് അതർ ഫെസിലിറ്റീസ് ഇൻ ഗുഡ് കണ്ടീഷൻ. നോക്കിയേ, നല്ല രീതിയിൽ മെഷീനറിയൊക്കെ നമ്മൾ എന്ത് ചെയ്താൽ മതി? കീപ്പ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റും. പിന്നെ അടുത്ത് എന്താ പറയുന്നത്? ടു എൻഷുർ ദ അവൈലബിലിറ്റി ഓഫ് മെഷീൻസ്, ബിൽഡിങ്സ് ആൻഡ് സർവീസസ് റിക്വയർഡ് ബൈ ദി അതർ സെക്ഷൻ ഓഫ് ദി ഫാക്ടറി ഓൾസോ. നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും? ആ മെഷീൻസിൻ്റെ അവൈലബിലിറ്റി ഉറപ്പുവരുത്തുക, അല്ലെ? ബിൽഡിങ്സ് ആൻഡ് സർവീസസ്, കൃത്യമായിട്ടുള്ള സർവീസസ് അവയ്ക്കൊക്കെ കൊടുക്കുക. പിന്നെ അടുത്ത് എന്താ പറയുന്നത്? ടു കീപ്പ് പ്ലാന്റിന് നല്ല, അതായത് പ്ലാന്റ് ഒരു നല്ലൊരു വർക്കിംഗ് കണ്ടീഷനുള്ള പ്ലാന്റ് ആയിരിക്കണം. എംപ്ലോയീസ് എപ്പോഴും ഹാപ്പി ആയിരിക്കണം. ഒരു തുരുമ്പ് പിടിച്ച മെഷീൻ എടുത്ത് കൊടുത്തിട്ട് പ്രോഡക്റ്റ് എഫിഷ്യൻ്റ് പ്രോഡക്റ്റ് വേണമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് നടക്കാത്ത കാര്യമാണ്. അപ്പോൾ മെയിൻ്റനൻസ് മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാന്റ് നല്ല എഫിഷ്യൻ്റ് ഉള്ള പ്ലാന്റ് ആക്കി മാറ്റുക. ഇനി അടുത്ത് എന്താണ് പ്ലാന്റ് ലേഔട്ട്? പ്ലാന്റ് ലേഔട്ട് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, അല്ലേ? പ്ലാന്റിനെ നമ്മൾ ഡിസൈൻ ചെയ്യുക. ഏതൊക്കെ സാധനങ്ങൾ എവിടെയൊക്കെ വയ്ക്കണം, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിസൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്ലാന്റ് ലേഔട്ട് എന്ന് പറയുന്നത്. ലേഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അറേഞ്ച്മെൻ്റ് ആണ്. നമ്മൾ വീടിൻ്റെ പ്ലാൻ വരയ്ക്കും. ആ ലേഔട്ട് നമുക്ക് നോക്കുമ്പോൾ സിറ്റ് ഔട്ട് എവിടെ, ബെഡ്റൂം എവിടെ, ബാത്റൂം എവിടെ എന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. അത് ലേഔട്ടാണ്. അപ്പോൾ അതാണ് പറയുന്നത്. പ്ലാന്റ് ലേഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിസിക്കൽ അറേഞ്ച്മെൻ്റ് ആണ്. മെഷീൻസ് എവിടെ വെക്കണം, മെറ്റീരിയൽ എവിടെ വെക്കണം, അല്ലേ? മാൻ എവിടെ നിൽക്കണം എന്നൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നതാണ്. നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനം എടുത്താലും അവിടെ ഒരു ലേഔട്ട് കാണും. കയറി വരുന്നത് ഫ്രണ്ട് ഓഫീസ്, അതിൻ്റെ അടുത്ത് പാൻട്രി, അല്ലേ? ഫസ്റ്റ് ഫ്ലോർ ക്ലാസ്, സെക്കൻഡ് ഫ്ലോർ ക്ലാസ്, സ്റ്റാഫ് റൂം, അതിനെല്ലാം ഒരു ലേഔട്ട് ഉണ്ടായിരിക്കും. അതാണ് അവിടെ പറയുന്നത്. ഒരു ഫിസിക്കൽ അറേഞ്ച്മെൻറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ലേഔട്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ കോൺഫിഗറേഷൻ ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെയും കോൺഫിഗറേഷൻ ചെയ്യുക. പിന്നെ എന്താണ്? വർക്ക് സെൻറ്ററിനെ കോൺഫിഗറേഷൻ ചെയ്യുക. എക്യുപ്മെൻറ്റ്സിന് എന്ത് ചെയ്യുക? കോൺഫിഗറേഷൻ ചെയ്യുക. പിന്നെ എന്താണ്? കൺവെർഷൻ പ്രോസസ്സ്. അപ്പോൾ പ്രോഡക്റ്റിൻ്റെ കൺവെർഷൻ അനുസരിച്ച് എല്ലാത്തിനെയും മാനേജ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലാന്റ് ലേഔട്ട് എന്ന് പറയുന്നത്. ഇന്ന് നോക്കിയേ, ഇതൊരു ഫ്ലോർ പ്ലാൻ ആണ്. ഒരു ഫ്ലോർ എങ്ങനെ വയ്ക്കണം, ഒരു പ്രൊഡക്ഷൻ പ്ലാന്റ് എങ്ങനെ വയ്ക്കണം എന്ന് നമ്മൾ നോക്കുന്ന ഒരു പ്ലാനാണ് പ്ലാന്റ് ലേഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താക്കുന്നു നോക്കിയേ. നമ്പർ 1, സ്ട്രീം ലൈൻ ദ ഫ്ലോ ഓഫ് മെറ്റീരിയൽ ത്രൂ ദി പ്ലാന്റ്. അതായത് മെറ്റീരിയൽ എന്ത് ചെയ്യണം? പ്ലാന്റിൽ വളരെ എളുപ്പത്തിലും പോകണം. ഇപ്പോൾ മെറ്റീരിയൽ ഒരിടത്തും മിഷൻ ഒരു 2 കിലോമീറ്റർ ദൂരെയും, അങ്ങനെയെങ്കിൽ ഒരുപാട് അവിടെ വേസ്റ്റേജ് ഉണ്ടാവും, അല്ലേ? മെന്നിൻ്റെ മൂവ്മെൻറ്റിൻ്റെ വേസ്റ്റേജ് ഉണ്ടാവും, സമയം വേസ്റ്റാണ്. അപ്പോൾ അത് നമ്മൾ നോക്കണം. കൃത്യമായിട്ടുള്ള ഫ്ലോ വേണമെങ്കിൽ പ്ലാന്റും മെറ്റീരിയലും തമ്മിലൊരു ബന്ധം ഉണ്ടായിരിക്കണം. നല്ലൊരു മാനുഫാക്ചറിങ് പ്രോസസ്സ് ഉറപ്പുവരുത്തുന്നത് പ്ലാന്റ് ലേഔട്ടാണ്. പിന്നെ അടുത്ത് എന്താ പറയണേ? നല്ല രീതിയിൽ നമുക്ക് പ്ലാന്റ് ലേഔട്ട് നടത്തിയാൽ നമുക്ക് ഹൈ ടേൺ ഓവർ ഉണ്ടാവും. പിന്നെ അടുത്ത് എന്താ പറയണത്? മിനിമൈസ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആൻഡ് കോസ്റ്റ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു മിഷനാണ്.
ഇത് മെറ്റീരിയലാണ്. ഇതൊക്കെ മെറ്റീരിയലാണ്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, മെഷീൻ്റെ ദൂരെ വയ്ക്കാതെ മെറ്റീരിയൽ അടുത്ത് തന്നെ കീപ്പ് ചെയ്യാനുള്ള ഒരു വെയർ ഹൗസ് വെക്കണം, അല്ലെങ്കിൽ ഒരു ഗോഡൗൺ വെക്കണം. അപ്പം മെറ്റീരിയൽ ഇത്രയും പെട്ടെന്ന്, വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ എന്താണ്, മെന്നും മെറ്റീരിയൽ സ്പേസ് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. നമ്മളെ ബെഡ്റൂമൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, സ്പേസ് ഒക്കെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് തന്നെ രണ്ടാമതും പറയുന്നുണ്ട്, ക്യൂബിക് സ്പേസ് ഒക്കെ അല്ലേ, വളരെ കുറവായിട്ടുള്ള സ്പേസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് പറ്റണം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ നല്ല പോലെ പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചാറ്റിൽ ചോദിക്കുക കേട്ടോ. அப்போ நான் பொட்டனா? இத்தனையும் நான் செய்து கொண்டிருக்கேன், நான் பொட்டனா?